ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ തമ്പനയിൽ കണ്ടില്ലേ? 15 ലക്ഷം രൂപയാണ് ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കൊടുത്തത്. ആ സിനിമയിലല്ല, ഏതോ സിനിമയിൽ, ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്യണതാണ്. അപ്പോൾ ഞാനും ഒരു സിനിമാ പ്രേമിയാണ്. സിനിമ പ്രേമി എന്നല്ല, സിനിമ ഭ്രാന്തനാണെന്ന് ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കാറ്. അപ്പോൾ ആ പറഞ്ഞാൽ അത്രയും ഭ്രാന്തണ്ടെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ കാശ് ചോദിക്കണതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുത്തത് ഇങ്ങനെ സിനിമയിൽ കയറരുത്. കാരണം അതിനോടുള്ളൊരു ആഗ്രഹവും അതിനോടുള്ള എന്താണ് പറയുക, നമ്മുടെ ഒരു പ്രാന്തൊക്കെ കാരണമാണ് നമ്മൾ ഇവർ പറയണത് എന്തും ചെയ്തു പോണത്. ഞാനും കുറേ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊരു ഷോർട്ട് ഫിലിമും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലേക്ക് കിടക്കുന്നുണ്ട്, പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണാം. ഞാനും എന്നും പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം, അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ മറ്റൊരു തരത്തിൽ അനുഭവിച്ചേക്കണതാണ് ആ ഒരു സ്റ്റോറി. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു രീതിയിൽ നിങ്ങൾ സിനിമയിൽ ഇത് അനുഭവിച്ചിട്ടുണ്ട്, സിനിമ ഭ്രാന്തായിട്ട് നടക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതൊന്നുമല്ല, നമ്മൾ അതുപോലെ തന്നെ ഓഡിഷൻസ് എങ്ങനത്തെ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നല്ലതും ചീത്ത എങ്ങനെ തിരിച്ചറിയാം, അങ്ങനെ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കുക. നിങ്ങൾക്കുള്ള ഇങ്ങനത്തെ ടിപ്സുമായിട്ട് അത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. കാരണം അനുഭവത്തിനാണല്ലോ അത് പറയാൻ പറ്റുള്ളൂ. അതും കൂടി ഉണ്ട് കേട്ടോ. അത് വേറെ ആരെയും കളിയാക്കിയോ ഒന്നുമല്ല, പക്ഷേ കാര്യങ്ങൾ അറിയണം. നല്ലതും ചീത്തയും ഉണ്ട്, എല്ലാ ഫീൽഡിലും നല്ലതും ചീത്തയുണ്ട്, സിനിമയിൽ മാത്രമല്ല എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്, ഞാൻ പലരോടും പറയും, ഈ സിനിമയിൽ പലതും കൊടുത്തും അല്ലെങ്കിൽ പലതും വാങ്ങിച്ചു കൊടുത്തൊക്കെ റോള് മേടിക്കണവരുണ്ട്, അല്ലെങ്കിൽ അവരുടെ പോലെ പട്ടിയെപ്പോലെ പണിയെടുത്ത് 5 പൈസ കൊടുക്കാണ്ട് അങ്ങനെയുള്ളവരും ഉണ്ട്. പല രീതിയിലുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾക്ക് റോള് കിട്ടി അല്ലെങ്കിൽ നിങ്ങൾ നാളെ രക്ഷപ്പെട്ടിട്ട് നാടിനൊരു ഉപകാരം ഉണ്ടാവില്ല. ഇങ്ങനെയൊന്നല്ല നിങ്ങൾ രക്ഷപ്പെടേണ്ട. കാരണം നിങ്ങളുടെ ചിന്താഗതി കറക്റ്റാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിൽ പോയി വീഴാതിരിക്കും എന്നാണ് ഞാൻ പറയണത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 15 ലക്ഷം രൂപ ഒരു പെട്രോൾ പമ്പുകാരൻ കൊടുത്തെന്നും പറയണ ന്യൂസിൻ്റെ നമ്മുടെ തമ്പനയിൽ പോസ്റ്റർ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ കാശ് മേടിച്ചിട്ട് ഏത് ഡയറക്ടർ ആയിക്കോട്ടെ ചെയ്യേണ്ട പടം ഇറങ്ങുമെന്ന് തന്നെ സംശയമാണ്. കാരണം കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ഇത് മേടിക്കണം. അതല്ലാണ്ട് നല്ലൊരു പടത്തിൽ നിങ്ങൾ ചാൻസ് ചോദിച്ച് ചെല്ലുമ്പോൾ ഒരിക്കലും അതിൻ്റെ അകത്ത് ചാൻസ് ഇല്ലെങ്കിൽ ഇല്ലെന്നേ പറയുള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ നിന്ന് കാശ് മേടിക്കുക, അല്ലെങ്കിൽ ഇന്ന പോർട്ട്ഫോളിയോ ചെയ്യണം, നമ്മുടെ ഒരാളുണ്ട് അതിന് ഇത്ര രൂപ കൊടുക്കണം, അല്ലെങ്കിൽ കോസ്റ്റ്യൂമിന് ഇത്ര രൂപ വരും എന്നൊക്കെ പറഞ്ഞ് പല തട്ടിപ്പുകളുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ രജിസ്റ്റർ ചെയ്യണം, ഒന്നിനും ചെയ്യരുത്. രജിസ്റ്റർ ചെയ്താൽ പോലും അവരോട് ചോദിക്കണം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തേക്കണം, അല്ലെങ്കിൽ ഇതിൽ രജിസ്റ്റർ ചെയ്തേക്കണം ആരെയൊക്കെ നിങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന് മുന്നേ ഉള്ള നിങ്ങളുടെ ചെയ്തേക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ് എല്ലാം ചോദിക്കാണ്ട് നിങ്ങൾ ഒരു കാര്യത്തിൽ എടുത്ത് ചാടരുത്. കാരണം നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം ചിന്തിച്ചിട്ടാണ് ഇവർ നമ്മളെ പറ്റിക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ ഒരു കാര്യം പ്രോത്സാഹിപ്പിക്കരുത്. കാരണം നിങ്ങളൊരാൾ പറ്റിക്കപ്പെട്ട അതിൻ്റെ പുറകിൽ ഒരു 15 പേര് പറ്റിക്കപ്പെടും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് നമ്മളിങ്ങനെ എതിർത്ത് വീഡിയോ ചെയ്യണത്. എതിർത്ത് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാണ്ട് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവർ ഫ്രോഡുകളാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇത് അനുഭവിച്ചേക്കണോ, ഞാൻ ആരെയും കുറ്റം പറയണല്ലേ, എല്ലാം നടക്കണ ഒരു കാര്യമാണ് പറയണം, അല്ലെങ്കിൽ അനുഭവിച്ചേക്കണ കാര്യങ്ങൾ. അപ്പോൾ ഈ 15 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരിക്കലും ഈ ഫിലിം എടുക്കില്ല. എൻ്റെ ഒരു കാശില്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ഇത് കാശ് മേടിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരാളുമായിരിക്കും. അപ്പോൾ ഈ 15 ലക്ഷം രൂപ കൊടുത്താലും അവൻ്റെ ഫിലിം ഏത് ബഡ്ജറ്റിലേക്ക് പോകുമോ, അല്ലെങ്കിൽ ഇത് തീരുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഇറങ്ങുമോ, ഇതൊന്നും പറയാൻ പറ്റില്ല, ഒരു ഗ്യാരണ്ടി ഉണ്ടല്ല. അപ്പോൾ നിങ്ങൾ ഇമാതിരി ചതിപ്പോയി പെടരുത്, ആര് തന്നെയില്ല. അതാണ് ഞാൻ ആദ്യമേ പറയുന്നത്. പിന്നെ ഇപ്പോഴും ഉണ്ട് 4-5 ദിവസമൊക്കെ ഷൂട്ടിന് വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടത്തിക്കും. ഇത് ക്രൗഡ്, അല്ലാണ്ട് അവൻ്റെ ഫേസ് ചിലപ്പോൾ കാണാൻ പറ്റില്ല, ബ്ലറായിരിക്കും, ബാക്കിൽ എവിടെയെങ്കിലും ഇരിക്കണ്ടാവും. അങ്ങനെ 5-6 ദിവസമൊക്കെ ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടത്തിയിട്ട് കാശ് കൊടുക്കാത്തവരൊക്കെ ഇപ്പോഴും ഉണ്ട്. അതുപോലെ രാവിലെ 7 മണിക്ക് ഒരു ലൊക്കേഷനിൽ പോയി ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 7 മണി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 12 മണിക്കൂർ നമ്മൾ പണിയെടുത്ത് അത് വെളുപ്പിന് ചിലപ്പോൾ 1 മണി വരെയും കൊണ്ടുപോകും. ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ഡബിൾ കാശ് മേടിച്ചോളൂ. ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ടൈമും കൂടി ചോദിക്കണം നിങ്ങൾ അങ്ങനെ പോണവരാണെങ്കിൽ. കാരണം വഞ്ചിക്കപ്പെടാതിരിക്കാനാണ്. കാരണം അപ്പുറത്ത് അവർ കാശ് ഉണ്ടാക്കേണ്ടത്, നമ്മളെ ഈ കൊണ്ടുപോകണവന്മാർ കാശ് ഉണ്ടാക്കും. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല, പക്ഷേ ഓൾമോസ്റ്റ് അല്ലെങ്കിൽ ഒരു 10-8 ഉണ്ടാക്കേണ്ടത് ഞാൻ ഗ്യാരണ്ടി പറയാം. പിന്നെ എന്താണ്, ഇങ്ങനെ കാശ് മേടിച്ചിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ഒപ്പം നിൽക്കരുത്. കാരണം ഫ്രോഡുകളായിരിക്കും. അല്ലെങ്കിൽ അവർ പക്കയാണെങ്കിൽ നമ്മളോടിപ്പോൾ വിളിച്ചിട്ട് അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നോടിപ്പോൾ പറയുന്നത് ജോർജ് ഒരു 2 ദിവസം ഷൂട്ടുണ്ട്, വന്ന് ചെയ്യാമോ? ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ ചെല്ലും. എനിക്ക് അന്നത്തെ ദിവസം വർക്കൊന്നും ഞാൻ വേറെ എടുത്തിട്ടില്ല, ഞാൻ വരാം സാറേ, കുഴപ്പമില്ല, പേയ്മെൻറ്റ് ഇല്ല കേട്ടോ. ഇത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചെയ്യുന്നത്, അതൊക്കെ ഒരു മര്യാദ ഉണ്ട് പറയണേന്. മറ്റേതല്ല, നമ്മളെ വിളിക്കും, കാര്യം കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് പോലും ചെയ്യില്ല, അവരുടെ കാര്യങ്ങൾ നടത്തി നമുക്ക് കാശും തരില്ല, അവരെ എഴുതിയെടുക്കുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തൊരു ലോകം കൂടിയാണ് നിങ്ങളോട് പറഞ്ഞുതരാം. അത് ആരുടെയാണെന്നൊന്നും ഞാൻ എടുത്ത് പറയാനുള്ള കാരണം അതിന് ഞാനത് എടുത്ത് പറഞ്ഞിട്ട് മറ്റു രീതിയിൽ അവരെ ബാധിക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ സംഭവിക്കാൻ പോകില്ല, എന്നാലും ഞാൻ പറയാനുള്ള. അത് അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ ഈ അടുത്തൊരു നല്ല പടത്തിൽ, അതായത് ഒരു അത്യാവശ്യം, അതായത് ഇതിൻ്റെ ഒരു ഇത് കഴിഞ്ഞാൽ ഒരു
ടേൺ കഴിഞ്ഞ് അങ്ങാടുള്ള എല്ലാം നല്ലൊരു ലോകമാണ് സിനിമ എന്ന് പറഞ്ഞാൽ. എല്ലാവരും അങ്ങനെയാണെന്നല്ല, എന്നാലും നമ്മൾ ഈ ഇപ്പോൾ ഇങ്ങനെ പ്രാന്തായിട്ട് കിടക്കുന്നവർ ചെന്ന് പെടുന്നവരെല്ലാം ഈ കള്ളന്മാരടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ പറ്റിക്കുന്നവരുടെ അടുത്തായിരിക്കും, അങ്ങനെയുള്ളവരടുത്തായിരിക്കും നമ്മൾ പോയി പെടുന്നത്. അപ്പോൾ പക്ഷേ മറ്റൊരു ലോകമുണ്ട്. കാരണം അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു അറിവും കൂടി നിങ്ങളോട് ഷെയർ ചെയ്യണതാണ്. ഇങ്ങനെ ഇപ്പോൾ എന്നെപ്പോലെ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് വരയ്ക്കുന്നവർക്ക് അത് ചിലപ്പോൾ അറിയില്ലായിരിക്കും, അവരോടാണ് കേട്ടോ. മറ്റേ അതിൻ്റെ മേളിലുള്ളവർക്കൊക്കെ അറിയാവുന്ന ആരുമായിരിക്കും ഈ ഫീൽഡിലുള്ള. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ 4 ദിവസം ഒരു പടത്തിൻ്റെ ഷൂട്ടിന് പോയിട്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ അക്കൗണ്ടിൽ നിന്ന് 4 ദിവസത്തെ കാശ് നേരെ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നെ, നമ്മുടെ അക്കൗണ്ട് നമ്പർ മേടിച്ചിട്ട് അതിലേക്ക് ഇട്ട് തന്നെയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പറ്റിക്കപ്പെടില്ല. അത് ആരുടെ പ്രൊഡക്ഷൻ കമ്പനിയാണോ അവരുടെ അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് അതിലേക്ക് വന്നേക്കണം. കാരണം അതിൻ്റെ ഇടനിലക്കാരില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സേഫായിട്ടുള്ളൊരു ലോകം അപ്പുറത്ത് വേണ്ടെന്ന് പറയുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞാൽ എല്ലാ ഫീൽഡിലും കൊണ്ട് പറ്റിക്കലും നല്ലതും ചെയ്ത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേര് 5 സ്വഭാവമായിരിക്കും. അപ്പോൾ അത് നോക്കണ്ട. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ സിനിമയെ കുറ്റപ്പെടുത്തണ്ട. എന്നാൽ നിങ്ങൾ അറിയേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ വഞ്ചിക്കപ്പെടരുത്. പെട്രോൾ പമ്പ് ജീവനക്കാരനായിരിക്കും വായിച്ചപ്പോൾ തന്നെ എനിക്ക് കലിപ്പ വന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാരണം അവനെയൊക്കെ പറ്റിച്ച് അയാളെ പിടിച്ചെന്ന് പറഞ്ഞ് അവനെ പിടിച്ചവനെ ഒന്ന് ആരെങ്കിലും അറിയുമെങ്കിൽ അതും കൂടി നിങ്ങൾ വാർത്തയിൽ കൊണ്ടുവരണം. അവനെയൊക്കെ പുറത്തറിയട്ടെ. മേലിനി ആരും അങ്ങനെ പറ്റിക്കരുത്. അതിനാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരാൾ പറ്റിക്കപ്പെട്ട അതിൻ്റെ പുറകിലൊരു 15-20 പേരെ പറ്റിക്കാൻ അവന്. അപ്പോൾ ആരെങ്കിലും ഒരാൾ പ്രതികരിച്ചാൽ അവൻ ആ പേടിയുണ്ടാവും. പ്രതികരിക്കല്ല, അത് പുറത്ത് തന്നെ. അങ്ങനെയുള്ളവന്മാർ അങ്ങനെ ജീവിക്കേണ്ട, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പുറത്ത് തന്നെ അല്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞില്ല, മാന്യമായിട്ട്. ഇപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒന്ന് വന്ന് അഭിനയിക്കും, 1 ദിവസമുള്ളൂ അല്ലെങ്കിൽ ഇത്ര മണിക്കൂറുള്ളൂ, ക്യാഷ് പ്രതീക്ഷിക്കരുത്, ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പറ്റും. നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കാശും കൊടുത്ത് ജയിക്കണമെന്ന് തന്നെയുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. അല്ലാണ്ട് വെറുതെ ഒരാളെ കൊണ്ട് ജയിക്കില്ല. ഇല്ലെന്ന് പറഞ്ഞ് ജയിക്കുക, അതിനൊക്കെ ഒരു മാന്യതയുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അഡ്വാൻസ് പറയുക. എത്രയോ പേര് ഏതൊക്കെ രീതിയിൽ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഈ ഇതിൽ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാ കലയും കൂടി ഉൾപ്പെട്ട ഒരു ഒന്നാണ്. അപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫറാണ്, ആ രീതിയിൽ നോക്കിയാൽ അതുണ്ട്. അല്ലാണ്ട് ഞാൻ അഭിനയിക്കാൻ ഭ്രാന്ത് മൂത്തിയതുണ്ട്, അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പലതും ഉണ്ട്. അതിപ്പോൾ നിങ്ങൾ ആ ഷോർട്ട് ഫിലിം ഒന്ന് പറ്റുമെങ്കിൽ കാണണമെന്ന് റിക്വസ്റ്റ് കൂടി ചെയ്യുന്നതാണ്. ഞാനും എന്നാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. നമ്മുടെ പ്ലേലിസ്റ്റിൽ ഷോർട്ട് ഫിലിംസിൻ്റെ പ്ലേലിസ്റ്റിൽ ഉണ്ട്, ഒന്ന് കാണുക. ഈ ഒരു രീതിയിലാണെങ്കിൽ മറ്റൊരു രീതിയിലാണെങ്കിൽ നിങ്ങൾ ഒരു സിനിമ പ്രാന്തൻ അല്ലെങ്കിൽ പ്രേമിയാണെങ്കിൽ നിങ്ങളും പറ്റിക്കപ്പെട്ടിട്ടുണ്ടാകും, ഗ്യാരണ്ടിയാണ്. പിന്നെ ഇതുപോലുള്ള നിങ്ങൾ പറ്റിക്കപ്പെട്ടേക്കണ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യുക. കാരണം അത് ജനങ്ങൾ അറിയേണ്ടതാണ്. കുറേ ആൾക്കാർ ഇങ്ങനെ സിനിമ മോഹികളായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒന്നും രക്ഷപ്പെടില്ല, എന്നാലും എല്ലാവരും ഒരു പ്രതീക്ഷയുള്ള ജീവിതം. പക്ഷെ ഒരു മൈനസ് ഒരു പോയിന്റ് പുറകിൽ ഇട്ടേക്കണം കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ എന്താണ്, നമ്മൾ എല്ലാം പോസിറ്റീവായിട്ട് തന്നെ കാണുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം നടന്നാൽ പോലും നമുക്ക് ഭയങ്കര വിഷമം പോകും. അപ്പോൾ നമ്മൾ ഇച്ചിരി നെഗറ്റീവ് ഇപ്പുറത്തിട്ട് വെച്ചില്ല എപ്പോഴും. ഇനി ആയില്ല, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കണം നടക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരിയെങ്കിലും ആ വേദന കുറയുക, അതിന് വേണ്ടി പറഞ്ഞാണ്. പിന്നെ എന്താ പറയുക, അതിനൊരു കാര്യം പറയുകയെന്ന് വെച്ചാൽ ഇപ്പോൾ മോട്ടിവേറ്റേഴ്സ് കുറേ വീഡിയോ ഇറക്കും, അത് കണ്ടിട്ട് മോട്ടിവേറ്റ് ആയെന്ന് പറഞ്ഞ് കുറേ പേര് ലൈഫ് നന്നായിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയില്ല, ഇഷ്ടംപോലെ ആൾക്കാർ നന്നായിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ എന്താണ് പറയുക, മോട്ടിവേഷൻ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ഈ വീഡിയോ ഒന്നും കണ്ടതുകൊണ്ടല്ല, കണ്ടതിൻ്റെ ഒരു അംശം ഉണ്ടാവില്ലെന്ന് ഞാൻ പറയില്ല. എന്നാലും നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ സാധനം വരാണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ ഒരു മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ അവൻ നിങ്ങളെക്കാട്ടിയും വലിയ പ്രശ്നങ്ങൾ അനുഭവിച്ചേക്കുന്നവനായിരിക്കും. അല്ലാത്തവർക്ക് ഇതേപോലെ ഇങ്ങനെ എന്താണ് മോട്ടിവേറ്റ് വീഡിയോസ് ഇടാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഉപദേശിച്ച് തരാൻ പറ്റില്ല. അപ്പോൾ ലൈഫിലെ കുറേ അനുഭവങ്ങളാണ്, എന്താണ് അനുഭവങ്ങൾ പലതും വരും, തരണം ചെയ്യാൻ പഠിക്കുക. കാരണം അതിനെക്കാട്ടും പവർഫുള്ളാകും നിങ്ങൾ, അതും കൂടി ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും സിനിമ പ്രാന്തൊക്കെ ആയിട്ട് നടക്കണമെങ്കിൽ അവർക്കും കൂടി അയച്ചു കൊടുക്കുക. ആരും അങ്ങനെ പറ്റിക്കപ്പെടരുത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, അതാണ് ഞാൻ ഇടയ്ക്ക് എന്തോ കാരണം ഞാൻ മൈൻഡിലിട്ടിട്ടാണ് സംസാരിക്കണം, ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. എന്നോട് ഒരാൾ ചോദ്യം ചോദിച്ച് തോപ്പിച്ച് കളഞ്ഞൊരു സംഭവമാണ് പണ്ടത്. ഞാൻ പറഞ്ഞു ഞാനൊരാൾക്ക് 5 പൈസ കൊടുത്തിട്ട് ഞാൻ അഭിനയിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ തർക്കിച്ചിട്ടാ, അവന് അതിനുള്ള ഇതില്ല അല്ലെങ്കിൽ ചെയ്യണ്ട. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ തർക്കിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് തിരിച്ചവൻ ചോദിക്കണം, അവൻ സിനിമക്കാരനുണ്ട്, ആരും പേരൊന്നും പറയില്ല, ഒരു അറിവ് മാത്രം അവൻ കാണുന്നുണ്ടെങ്കിലും ബ്രോ കളിയാക്കാനല്ല, ജനങ്ങൾക്കൊരു അറിവ്, എനിക്ക് കിട്ടിയൊരു അറിവ് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അവൻ ചോദിച്ചതാണ് അല്ലെങ്കിൽ പറഞ്ഞതാണ്, നിനക്ക് പൃഥ്വിരാജിൻ്റെ ഒപ്പം അനിയനായിട്ടോ അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഒപ്പം ഇപ്പോൾ അയ്യപ്പനും കോശി ഒരു എക്സാമ്പിൾ പറയണം, അതിൽ ആ ഡ്രൈവർ പൃഥ്വിരാജിൻ്റെ ഡ്രൈവറും കൂടി ആ കോമ്പിനേഷൻ പടം തുടങ്ങിയ അവസാനം വരെ ഉണ്ട്. പറഞ്ഞാൽ നിനക്ക് അതേപോലത്തെ റോള് തന്നെയാണ്, അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒപ്പം അല്ലെങ്കിൽ എന്താണ് ഫേമസ് ആൾക്കാരെ പറയണത് അവനത് നമ്മുടെ ഉള്ളിലേക്ക് വരുത്താൻ വേണ്ടിയ കഥ. മോഹൻലാലിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു റോള് കിട്ടിയ ഒരു 25,000 ചോദിക്കണേ, അല്ലെങ്കിൽ ഒരു 50,000 ചോദിച്ചത് ഈ കൊടുക്കൂലേ? കാരണം അടുത്ത പടത്തിൽ റോളൊക്കെ അല്ലേ. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വണ്ടറടിച്ച്, കാരണം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളാണെങ്കിൽ പുറത്ത് നോക്കി ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിന് ശേഷം ഇത് കേട്ടോ ഒന്ന് പോസ്റ്റ് വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക് 2 മിനിറ്റ്. എന്നിട്ട് ഞാൻ പറയാൻ പോണേ കേട്ടോ. ഞാൻ അവനോട് പറഞ്ഞ് എടാ ഒരു കുറേ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്, കാരണം ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ടോക്ക് വന്നപ്പോൾ
ഞാൻ പറഞ്ഞ് ഒരു കഥ എഴുതുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയിക്കോട്ടെ ഡയറക്ടർ ആയിക്കോട്ടെ കഥ എഴുതുമ്പോൾ എന്താണ് അവരുടെ ഉള്ളിലൊരു രൂപം വരും. ആ ക്യാരക്ടർ എങ്ങനെയാണ് ഒരു പിച്ചക്കാരൻ എന്ന് പറഞ്ഞാൽ പിച്ചക്കാരൻ പല രീതിയിൽ വരും. ഇപ്പോൾ വേണമെങ്കിൽ മുടിയും തടിയൊക്കെ പുറത്തൊരു പിച്ചക്കാരനാവും, അല്ലെങ്കിൽ റിച്ച് ലുക്കുള്ള പിച്ചക്കാരൻ, അതൊക്കെ കാലിനോ കൈക്ക് എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ പല രീതിയിൽ. അപ്പോൾ ഇവർ ഈ കഥയായിട്ട് റിലേറ്റഡ് ആയിട്ട് എഴുതുമ്പോൾ തന്നെ കഥയായിട്ട് റിലേറ്റഡും കൂടി ഉണ്ടല്ലോ, അത് എഴുതുമ്പോൾ ആ പിച്ചക്കാരന് നേരം തന്നെയല്ല ഒന്നിട്ട് ചെയ്തിട്ട്. അപ്പോൾ ഒരു രൂപം നമ്മുടെ ഉള്ളിൽ വരും. ഈ പിച്ചക്കാരൻ ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക പൃഥ്വിരാജിൻ്റെ ഒപ്പം ആ ഡ്രൈവർ റോൾ ചെയ്യുന്ന ആൾ സ്ലിം ആയിരിക്കണം, എന്നാലേ മറ്റേ അവിടെ ഒരു ഇത് വരുള്ളൂ. അല്ലെങ്കിൽ ഒരു ലേഡിയുടെ ഒരു നായികയുടെ എന്താണ് ഗാർഡായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ആണെങ്കിൽ അവനെ കാണുമ്പോൾ ഒരു ഇച്ചിരി ഇത് വേണം. അല്ലാണ്ട് നായികനെക്കാട്ടിയും ശോഷിച്ചിരുന്ന് കഴിഞ്ഞാൽ നിൽക്കില്ല. അപ്പോൾ ആ പറഞ്ഞാൽ പല രീതിയിൽ പിന്നെ അതിനെക്കാട്ടിയും ഇതെന്ന് വെച്ചാൽ നല്ല പടമാണ് ചെയ്യണമെങ്കിൽ ആ ക്യാരക്ടർ അത് അവനത് ചെയ്ത വിജയിക്കും, അല്ലെങ്കിൽ അവൻ ആ റോള് ചെയ്യാനുള്ള പ്രാപ്തി കണ്ട, അല്ലെങ്കിൽ അതൊക്കെ ചെയ്ത് നോക്കിയിട്ടോ കൊടുക്കണം. അങ്ങനെ ഒരിക്കലും എടുത്ത് ഇവൻ പറഞ്ഞാൽ എങ്ങനെ തരില്ല, എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ അങ്ങനെയൊന്നും അല്ല ഒരു റോൾ ഒരാൾക്ക് കൊടുക്കണത് 50 രൂപ മേടിച്ചിട്ട്. അപ്പോൾ അതുപോലെ അവർക്ക് ചെയ്യാനുള്ള കാശില്ല, അല്ലെങ്കിൽ എൻ്റെ കാശ് കൊണ്ട് ഫിലിം ചെയ്യണമെന്ന് ചിന്തിക്കണം, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു പാർട്ടാവണേന്ന്. അപ്പോൾ അതൊന്നും വെറുതെയാണ്. അതൊന്നും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വന്ന് നമ്മളെ തോപ്പിക്കാൻ നോക്കിയാലും നമുക്ക് കുറേ ചിന്തിക്കുക. കാരണം ഇവർ പല രീതിയിൽ നമുക്ക് മോഹങ്ങൾ തരും. എല്ലാവരും എല്ലാം പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള നെഗറ്റീവായിട്ട് നടക്കുന്ന ആൾക്കാർ മാത്രം കുറേ അധികം ആൾക്കാരുണ്ട്. കാണട്ടെ, അവരും കാണട്ടെ. ഈ വീഡിയോ ചെയ്തത് അവർക്കും കൂടി വേണ്ടിയാണ്. നല്ലവരായിട്ട് ചെയ്യണം കുറേ പേരുണ്ട്. അവർ നിങ്ങൾ പിന്നെ ഫിലിം ഫീൽഡിൽ വന്ന എല്ലാ ലേഡീസും ചീത്തയാണ് എന്നൊക്കെ പറയണം. അങ്ങനെ ഞാനിത് ഇപ്പോൾ പെട്ടെന്ന് വായിൽ വന്നുകൊണ്ട് പറഞ്ഞാണ്, ഇതായിട്ട് റിലേറ്റഡ് അല്ല ഇന്ന് നമ്മൾ ചെയ്ത വീഡിയോ. പക്ഷേ അങ്ങനെയൊന്നും കാണരുത്. കാരണം നമുക്ക് അവിടെ പോയിക്കണേണ്. നമുക്ക് എന്ത് വേണമെങ്കിൽ ഇപ്പോൾ ഒരു യൂട്യൂബ് കാണുമ്പോൾ എന്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ആ പറഞ്ഞ ആരെയാണ് അത് ഓരോരുത്തരുടെ ലോകം. പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ. ഇപ്പോൾ ഞാനൊരു യൂട്യൂബർ, നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരു എല്ലാവർക്കും റെസ്പെക്റ്റ് കൊടുക്കുക. എന്നെക്കാട്ടി ഇളയൊരു ചെറുക്കൻ്റെ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കും ഒരു വീഡിയോ എടുക്കുമ്പോൾ. ഇപ്പോൾ കണ്ടിട്ടില്ല മരിപ്പ് വീട് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിക്ക് ഒരു ഫോൺ ചെയ്യാനുള്ള അവസരം കൊടുക്കണില്ല. ഈ ഫുൾ ക്യാമറ ആയിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കണം. ഒരു ശല്യം ചെയ്തല്ലോ ഒരിക്കലും ഒരു വീഡിയോ എടുക്കേണ്ടത്. അവർക്ക് ആർക്കായിക്കോട്ടെ, സെലിബ്രിറ്റിയിൽ ആരായിക്കോട്ടെ റെസ്പെക്റ്റ് കൊടുക്കുക, തിരിച്ചും പ്രതീക്ഷിക്കുക എന്നിട്ട്. അല്ലാതെ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ചെയ്യാൻ തോന്നിയിട്ടില്ല. ഞാൻ അതും കൂടി പറയുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സിനിമ ഭ്രാന്തന്മാരുണ്ടെങ്കിൽ കേട്ടോ. സിനിമ ഭ്രാന്തന്മാർ അങ്ങനെ തന്നെ പറഞ്ഞു, എന്നെ പോലെയുള്ള ഭ്രാന്തന്മാർ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.